നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 12, 13 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മാർച്ച് 12 വെളുപ്പിന് 2:15 AM മുതൽ മാർച്ച് 14 ഉച്ചയ്ക്ക് 12:56 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല, അറിയാം. പക്ഷേ പണമായിട്ട് ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ചന്ദ്രൻ അനുകൂലമല്ല. എങ്കിലും 6 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഴം, ചൊവ്വ, സൂര്യൻ, ശനി ഇവയെല്ലാം അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രധാനപ്പെട്ട എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു വിജയ സാധ്യതയാണ് ഞങ്ങൾ പറയുന്നത്. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, ശയനസുഖം, സർവ്വവിധ സൗഭാഗ്യം. ചുരുക്കത്തിൽ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് സൂര്യൻ, ശനി, ശിഖി, രാഹു ഇവയൊക്കെ അനുകൂലമാണ്. അതോടൊപ്പം ബുധനും ശുക്രനും അനുകൂലമാണ്. അതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പരീക്ഷ, ഇൻ്റർവ്യൂ ഇവയിൽ വിജയമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ സുദൃഢമാവും. പിന്നെ ശനി, കണ്ട ശനി ആണെങ്കിലും കർമ്മഭാവത്തിൽ സ്വക്ഷേത്രപരമായിട്ട് ശനി നിൽക്കുന്നതുകൊണ്ട്, 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അനുകൂലമായിട്ട് കരുതാം. സൂര്യൻ 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് അനുകൂലമാണ്. എങ്കിലും ഇവ രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷം നിലനിൽക്കുന്നതിനാൽ അല്പം ഗുണാധിക്യം കുറയും. എങ്കിലും പൊതുവെ ഇവർക്ക് തൊഴിൽ ലാഭം, അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല തിരക്ക് പിടിച്ച അവസ്ഥ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അതൊക്കെ നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. ഇത് സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അല്പം അഗ്നിഭയം പ്രതീക്ഷിക്കാം. പൊതുവെ ഇവർക്ക് 2 ഗ്രഹങ്ങൾ മാത്രമാണ്, ചന്ദ്രനും ബുധനും മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. എങ്കിലും പൊതുവെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഞങ്ങൾ പറയുന്നു. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക്
ഗുണദോഷ ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വ, സൂര്യൻ, ശനി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അല്പം അഗ്നി ഭയം പ്രതീക്ഷിക്കാം. അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പൊതുവെ ദോഷഫലങ്ങൾ എല്ലാം ഒഴിഞ്ഞു പോകും. ദൈവാധീനമുണ്ട്. എങ്കിലും 4 ഗ്രഹങ്ങൾ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം. പൊതുവെ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നത് പ്രതികൂലമാണ്. 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലവും 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിട്ട് ഫലം തരുന്നു. ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. എങ്കിലും പൊതുവെ ഒരു പരിധിവരെ ഇവർക്ക് ധനവരവുണ്ടാവും. പരീക്ഷയിലും ഇൻ്റർവ്യൂവിലുമൊക്കെ ഒരു പരിധിവരെ നേട്ടമുണ്ടാവും. നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒരു പരിധിവരെ ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് ഒരു പരിധിവരെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ സൂര്യൻ, ശനി, വ്യാഴം, ചൊവ്വ ഇവ അനുകൂലമാണ്. ചൊവ്വ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് അല്പം തിരക്ക് പിടിച്ച ഒരവസ്ഥ ഉണ്ടെങ്കിലും ഇവർക്ക് ആ അവസ്ഥ അനുകൂലമാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ മുന്തിയ ഭാഗ്യമാണ് ഇവർക്ക് കാണുന്നത്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ചൊവ്വയും ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായതിനാൽ വാഹന ലാഭം, അതുവഴി തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരം ഒരുങ്ങും. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴം മാത്രമാണ്. എങ്കിലും വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാൽ ഇവർക്ക് അത്ര വലിയൊരു ദോഷാധിക്യം വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ശനി ഏറ്റവും അതിശക്തമായ രീതിയിൽ ഇവർക്ക് വരാൻ പോവുകയാണ്, മാർച്ച് 29-ന്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. എങ്കിലും ഒഫീഷ്യലായിട്ട് മാർച്ച് 29-ന് 2.5 വർഷത്തേക്ക് ശനി 6ാം ഭാവത്തിൽ അതിശക്തമായിട്ട് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് സർവകാര്യ വിജയം ഇവർക്ക് ഏകദേശം ഒരു 2-2.5 വർഷം തുടർച്ചയായിട്ട് വലിയ ഘനഗംഭീര നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്യാവശ്യം ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. ചന്ദ്രൻ
ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ചിങ്ങം രാശിയിൽ 11-ാം ഭാവത്തിൽ. അപ്പോൾ പൊതുവെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒക്കെ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ബൗദ്ധിക രംഗത്ത് പരീക്ഷ ഇൻ്റർവ്യൂവിലൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവും 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും വ്യാഴം പ്രതികൂലമെന്ന് പറയാൻ പറ്റത്തില്ല, അനുകൂലമല്ലാത്ത ഒരവസ്ഥയിലുമാണ്. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ പ്രതികൂലമാണ്, അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അല്പം അഗ്നിഭയം ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഇതൊക്കെ ദൈവാധീനം കൊണ്ട് ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, ദാമ്പത്യ സുഖം, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ അവസ്ഥയുണ്ടാവും. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം 6-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഇവർക്ക് ശനിയും സൂര്യനും അനുകൂലമായതിനാൽ ഇവർക്ക് തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. ബുധനും ശുക്രനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ പരീക്ഷ ഇൻ്റർവ്യൂ ഇവയിലൊക്കെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. ഒരു പരിധിവരെ ഇവർക്ക് ധനവരവുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ബന്ധങ്ങൾ സുദൃഢമാവും. പൊതുവെ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ പ്രതികൂലമാണ്. അതേസമയം ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. നിയമകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യ സുഖം, പ്രേമബന്ധങ്ങളിൽ ഊഷ്മളമായ അനുഭവങ്ങൾ, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം, അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇനി കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ശനിയും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്പം അഗ്നിഭയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബുധനും ശുക്രനും അനുകൂലമായതിനാൽ
ഒരു പരിധിവരെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. ഒരു പരിധിവരെ ഇവർക്ക് ധനപരമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ബന്ധങ്ങൾ ഒരു പരിധിവരെ ഗുണപ്രദമാവും. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശുക്രനും ചന്ദ്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും സൂര്യൻ, ശനി, രാഹു, അതുപോലെ ചൊവ്വ, ഇവ നാലും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അഗ്നിഭയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ കഴിവതും ഇവരെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പുതിയ സംരംഭങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കുക. എല്ലാവരും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം ഇവയൊക്കെ അനുഷ്ഠിച്ച് എല്ലാവരും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഏത് വലിയ ദോഷാധിക്യവും ഗുണാധിക്യമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഭാഗ്യ നമ്പറുകൾ 12/3/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 5, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 13/3/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 3, 1, 2, 5, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 12-ാം തീയതി രാവിലെ 4:57 AM മുതൽ രാവിലെ 5:45 AM വരെയാണ് 12-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 13-ാം തീയതി രാവിലെ 4:56 AM മുതൽ 5:44 AM വരെയാണ് 13-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 12-ാം തീയതി ഇല്ല. 13-ാം തീയതി ഉച്ചയ്ക്ക് 12:07 PM മുതൽ ഉച്ചയ്ക്ക് 12:55 PM വരെയാണ് 13-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 12-ാം തീയതി ഉച്ചയ്ക്ക് 12:31 PM മുതൽ ഉച്ചയ്ക്ക് 2:01 PM വരെയാണ് 12-ാം തീയതി രാഹുകാലം. 13-ാം തീയതി ഉച്ചയ്ക്ക് 2:01 PM മുതൽ ഉച്ചയ്ക്ക് 3:30 PM വരെ ആണ് രാഹുകാലം. 13-ാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ 12-ാം തീയതി ബുധനാഴ്ച പച്ച, 13-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.